Hey gamers, it's me Natalhat. You're watching Minecraft videos. അപ്പോൾ ഗൈസ് നമ്മളെന്നുള്ളത് തട്ടുകടയിലല്ല ഗൈസ്, നമ്മളെന്നുള്ളത് എൻ്റെ ഒരു പണ്ടത്തെ അസംബ്ലിയിലാണ് ഗൈസ്. ഞങ്ങളെ ഫ്രണ്ട്സും കുറച്ച് കസിൻസും കൂടി തുടങ്ങിയൊരു അസംബ്ലിയിലാണ്. ഇതിൻ്റെ പേര് കിങ്ഡം അസംബ്ലി എന്നാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും കിങ്ഡം അസംബ്ലിൻ്റെ വേൾഡ് ടൂറിൻ്റെ പാർട്ട് 1 സ്വാഗതം ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾ ഹൊറിസോണ്ടിൻ്റെ ആ ഡിസ്കോഡ് പേജിൽ കയറിയില്ലെങ്കിൽ ഉറപ്പായും കയറുക ഗൈസ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പേജാണ്, നിങ്ങൾ ഉറപ്പായും കയറുക ഗൈസ്. ഓക്കെ, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൽ ഞാൻ കുറേ ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ മെഡീവൽ ടൈപ്പ് ബിൽഡും കുറേ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നേ കാണിച്ചാൽ. പിന്നെ ഗൈസ് ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചങ്കിലോടാണ് ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നെറ്റ് അടുത്ത എപ്പിസോഡ് എന്തായാലും നെറ്റ് ക്ലിയർ ആക്കി വരാം ഗൈസ്. ഇപ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. ഓക്കെ, അതൊന്ന് ലോഡായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ ഗൈസ്, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ബേസ് കാണാം. ഞാൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബേസാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ബേസ് വേണത്. അത്യാവശ്യം അടിപൊളി ബേസാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഗൈസ്, അതാണ് നല്ലത്. ഇവിടുത്തെ ഒരു ചെറിയ കൗ ഫാമാണ്. ഒരു കൗവിനെ ഇങ്ങനെ ഒരു ഡിസൈൻ സെറ്റൊക്കെയാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുണ്ടാക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ ഗൈസ്, അതുകൊണ്ടാണ് ഉണ്ടാക്കിയാണ് ഡിസൈനിങ് ഗൈസ്. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ കുറേ ബ്ലോക്കൊക്കെ മാറ്റണം. അത് ചുറ്റും കാണിച്ചിട്ടാ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കൗ ഫാം. പിന്നെ ഇതാണ് എൻ്റെ വീട്. അത്യാവശ്യം ചെറിയ വീടാണ്, പക്ഷേ കുഴപ്പമില്ല. എല്ലാം നമ്മൾ ഒതുങ്ങി കേസാണ്. ഇതൊരു ചെറിയ സ്റ്റോറേജാണ്. പിന്നെ ഇവിടെ ഒരു ബ്രൂയിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു പെറ്റ് ഉണ്ട് കേസ്. ആ പെറ്റിൻ്റെ ഏരിയ ആണ് ഇവിടെ. അവൻ്റെ പേര് ഫാങ് എന്നാണ്. ഇന്നലെ നമുക്ക് നെത്തായിട്ട് അറമൊക്കെ നെത്താക്കി കൊടുക്കണം. നമുക്ക് എന്താ ചെയ്യുക. പിന്നെ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ എപ്പിസോഡ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ഒരു 15 ലൈക്ക് അടിക്കുക കേസ്. ഓക്കെ, 15 ലൈക്ക് അടിച്ചാൽ ഞാൻ ഉറപ്പായി അടുത്ത എപ്പിസോഡും ഇടും കേസ്. ഓക്കെ, പിന്നെ കേസ് ഇതാണ് എൻ്റെ ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇത് കിച്ചനാണ്. പിന്നെ ഇതൊരു വെറുതെ സിറ്റിംഗ് ഏരിയ ആണ്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ വെറുതെ ഏരിയ വെറുതെ ഇതായിരിക്കണ്ട. അതുകൊണ്ട് നല്ല രസമുള്ള കേസ്. നിങ്ങൾ മുകളിലുള്ള ബെഡ്റൂമും എൻചാനിങ് ഏരിയ മുകളിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻചാനിങ് ഏരിയ. ഇതാണ് നമ്മുടെ എൻചാനിങ് ഏരിയ. പിന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റോറേജും കൂടി ഉണ്ട്. ഇതാ ഒരു ചെറിയ സ്റ്റോറേജാണ്. പിന്നെ അവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് കേസ്. ഓക്കെ, ഞാൻ വലിയ ഡിസൈൻ ചെയ്തില്ല. ആ ടൈമിൽ ടൈം കിട്ടണ കേസ്. പിന്നെ കേസ് നമുക്ക് അടിയിൽ പോകാം. അടിയിൽ വേറെ കുറച്ച് ബിൽഡുണ്ട്. അടിയിൽ നമുക്ക് സൂപ്പർ സ്മെൽട്ടറൊക്കെ ഉണ്ട് കേസ്. ഞാൻ സൂപ്പർ സ്മെൽട്ടറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ ടൈമിൽ. അയ്യോ കേസ് ബഗ് റോക്ക് അടിച്ചതല്ലേ കേസ്, അതുകൊണ്ടാണ്. പിന്നെ കേസ് ഇതിലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇത് നമ്മുടെ നെതർ പോർട്ടൽ കേസ്. പിന്നെ കേസ് ഇതാണ് നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ. ഇത് വർക്കിംഗ് ഒക്കെയാണ് കേസ്. അടിപൊളി വർക്ക് ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഉരുകിയും വരും. ഇത് 2 വർക്ക് ചെയ്യുന്നത്. 2 അങ്ങനെ 2 സൂപ്പർ സ്മെൽട്ടർ പോലെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതൊരു മൈനിങ് ഏരിയ ആണ്. പിന്നെ കേസ് ഞാൻ അതിൻ്റെ അടിയിലൊരു വിത്തറിനെ സ്പോൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ വന്ന് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേസ്. അതൊരു വലിയ കാര്യം കേസ്. ഞാൻ ഭ്രാന്തായിട്ട് 4 ദിവസം ഞാൻ മൈൻക്രാഫ്റ്റിനെ തെലുങ്ക് കേസാണ് കേസ് അന്ന് ആ ടൈമിൽ. കാരണം ഇതിൻ്റെ ഒരു ദിവസം ആളൊക്കെ പൊട്ടിപ്പോയി. ഞാനൊരു എല്ലാം റീബിൽഡ് ചെയ്താണ് എടുത്തത് കേസ്. കുറേ കഷ്ടപ്പെട്ടു. പിന്നെ കേസ് നമുക്കിവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. കാണിച്ചാൽ അറിയോ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഒരു മൈനിങ് ഏരിയ ഇല്ല, ഒരു സ്റ്റോറേജ് ആണ് ഉണ്ടാകാൻ ഉദ്ദേശിച്ചത്. ഇതാ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഫുള്ളാക്കും കേസ്. ഇത് കംപ്ലീറ്റ് ചെയ്യും കേസ്. ഓക്കെ, ഇത് സ്റ്റോറേജ് പോലെ നമ്മൾ പ്ലാൻ ഇങ്ങനെ ഫുഡായിട്ട് ബിൽഡ് ചെയ്യാം. ഇവിടേക്ക് ഒരു ആർച്ച് വരെ വന്നിട്ട് അവിടെ വന്ന് ബിൽഡ് ചെയ്യണം കേസ്. ആ പ്ലാൻ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്യണം കേസ്. ആ പ്ലാൻ. ഓക്കെ, ഇത് അതിൽ കളിക്കും. നിങ്ങൾക്ക് ഇനി ഇത് തുടർന്ന് എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ എപ്പിസോഡിന് ഒരു 50 ലൈക്ക് തരിക. അപ്പോൾ ഞാൻ അടുത്ത 2 പ്ലേയേഴ്സും കൂടി ഉണ്ട് കേസ്. 2 പ്ലേയേഴ്സിന് നമുക്ക് അടിപൊളി വീടാണ്. ഇങ്ങോട്ടാണ് വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ വീട് കളിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇത് എന്തായാലും ഒരു ടാർഗറ്റ് ലൈക്ക് ആക്കുക. ഇതാണ് ഷിപ്പ് യാർഡാണ്. ഇതിനൊരു വില്ലേജ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സിറ്റി ഉണ്ടാക്കുന്നുണ്ട്, മെഡീവൽ സിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഷിപ്പ് യാർഡ് തൊട്ടൊക്കെ വെച്ചിട്ടുള്ളൂ. ഞാൻ ഇതവിടെ ക്ലോക്ക് ടവർ ഉണ്ട്. ആ ക്ലോക്ക് ടവറാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്ലോക്ക് ടവറാണ്. ഇതിന് മുകളിൽ നിന്ന് ഇങ്ങനെ വാച്ച് നല്ല രസമാണ്. ഓക്കെ, അല്ല ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അടിക്ക് നമ്മുടെ വില്ലേജ് ട്രേഡിംഗ് ഹാളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഗൈസ്. രസമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അടിയിലൊരു ട്രേഡിംഗ് ഹാൾ വരുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല ഗൈസ്. ഓക്കെ, ഇതാ ഗൈസ് ഈ സ്കാഫോൾഡിങ് ഇറങ്ങിപ്പോയാൽ നമ്മളെ ട്രേഡിംഗ് ഹാൾ എത്തി. ഇതാണ് നമ്മൾ ട്രേഡിംഗ് ഹാൾ.
ഞാൻ വലിയ ഡിസൈൻ ചെയ്തിട്ടില്ല കേസ്. ഞാൻ ചെയ്തതിൽ ഇങ്ങനെ ഒരു നമ്മൾ ബുക്കും അങ്ങനെ കുറച്ച് ട്രേഡൊക്കെ ഒപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇതാ നമുക്ക് ഗോൾഡൻ കാരൊക്കെ തരുന്നുണ്ട് കേസ്. സെറ്റപ്പ് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഒരു അടിയിലൊരു സോംബി ഉണ്ട്. നമ്മൾ വലിയ എന്തൊക്കെ കുറേ സ്ഥലത്ത് കൂടെ പോയാൽ നമുക്ക് അവിടെ പറ്റുള്ളൂ. അത് പിടിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ സോംബി വരുന്നത്. നമ്മൾ സോംബിയുടെ സെറ്റ് അങ്ങനെ റെയിലിട്ട് അത് സ്റ്റാർട്ടാക്കുമ്പോൾ ഇങ്ങനെ സോംബി അപ്പുറത്തേക്കും പോകുമ്പോൾ അവരെങ്ങനെ അടിച്ചിട്ട് നമ്മൾ ക്യൂർ ചെയ്യും കേസ്. അതാണ് അതിൻ്റെ ഇത് മെക്കാനിസം. അപ്പം നമുക്ക് മുകളിൽ പോവാം കേസ്. ഓക്കെ, ആ കേസ് അതിൽ കുറച്ച് സാധനമൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ചവറൊക്കെ എടുത്ത് അതിൽ വെക്കും കേസ്. ഞാൻ സ്റ്റോറേജൊക്കെ സെറ്റാക്കി വെക്കണം, എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം കേസ്. പിന്നെ ഇതൊന്നും മറ്റേ ഈ മാലൊക്കെ ഒന്ന് കുറച്ചത് ഇടിച്ചിടണം കേസ്. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്യാം കേസ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പാലുണ്ട്. അടിപൊളി പാലാണ് ഉണ്ടാക്കിയതാണ്. കുറേ നേരം ഇതുണ്ടാക്കിയ ഒരു പാലാണ് കേസ്. രസമല്ലേ കേസ്. പിന്നെ അവിടെ നമ്മുടെ ഗോൾഡ് ഫാംസൊക്കെ അവിടെ നമ്മുടെ വരുന്നത്. എല്ലാ ഫാംസും നമ്മുടെ അവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫാം കേസ്. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ അവരുടെ കില്ലിങ് ഏരിയയൊക്കെ വരുന്ന അടിയിലാണ്. നമ്മുടെ എലിവേറ്റർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചിടാം. ഇത് ഓണാക്കാം നമുക്ക്. ചെറിയൊരു ലാഗ് ഉണ്ട് കേസ്, നെറ്റ് ലാഗ്. ഞാൻ പറഞ്ഞില്ല കേസ്, അങ്ങനത്തെ ഒരു ചെറിയ സാധനം ഉണ്ട്. നമ്മൾ ഓണാണ്. ഇപ്പോൾ സാധനങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ പോവാം. അതാണ് അടിയിൽ പോകാൻ സ്ഥലം ഉള്ള കേസ്. ഇവിടെ മൊത്തം ഗോൾഡ് ബ്ലോക്ക് ചെറിയ സെറ്റൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ നേരത്തെ പൊട്ടിച്ചിട്ട് ശളക്കറ കേസ്. ഓക്കെ, പിന്നെ ഇതൊരു സ്ലൈം ചങ്ക് കൂടിയാണ് കേസ്. അപ്പോൾ ഇതിൽ സ്ലൈംസും സ്പോണാവും. പിന്നെ കേസിന് സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങനെ ക്ഷമിക്കുക കേസ്. ചെറിയൊരു ജലദോഷമുണ്ട് കേസുള്ള. എങ്ങനെ ചത്തോരും ട്രേഡിങ് ഡീലറാണ്. പിന്നെ അടിയിലാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നത്. ഞാൻ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. ഇതിന് കേസ് ഞാൻ സൂര്യൻ നോക്കി ചെയ്താണ്. ഓക്കെ, സൂര്യൻ നോക്കി ചെയ്താണ് ഇതൊക്കെ കേസ്. നമ്മുടെ നെഗറ്റ്സൊക്കെ അടിക്ക് ഗോൾഡായി വരും. ഈ സെൻറ്ററത്തെ ജസ്റ്റാണ് നെഗറ്റ്സിൻ്റെ. അപ്പോൾ അത് അടിക്ക് പോയിട്ട് നമ്മുടെ ഇങ്കട്ടായിട്ട് വരും കേസ്. ഓക്കെ, അവിടെ പിന്നെ സോഡ എറിയാനുള്ള സാധനമുണ്ട്. നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, സൂര്യൻ എന്തെങ്കിലും നോക്കി ചെയ്തതാണ് കേസ്. അപ്പോൾ നമുക്ക് മുകളിൽ പോവാം. കുറച്ച് ഫാമും കൂടി ഉണ്ട് കാണിക്കാൻ. ഒരു റെയ്ഡ് ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് രാത്രിയാണ്. ഞാൻ വേഗം പോയിട്ട് ഉറങ്ങിയിട്ട് വരാം. അതൊന്ന് ഓഫാക്കിയിട്ട്. ഓക്കെ, ഞാൻ വേഗം പോയിട്ട് ഉറങ്ങിയിട്ട് വരാം കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട്, രാവിലെ ഉണ്ട്. പിന്നെ കേസ് ഇതൊരു ഷുഗർ കെയിൻ ഫാമാണ്. ഇതിന് ബോൺമില്ലിട്ടാൽ നമുക്കിങ്ങനെ ഷുഗർ കെയിൻ ഇങ്ങനെ വളരും. പിന്നെ അത് ആ പിസ്റ്റം പൊട്ടിക്കും. അങ്ങനത്തെ ഫാമാണ്. അടിയിൽ കുറച്ച് ഡ്രോപ്പ് ഉണ്ട്. ഇത് പിന്നെ സാധാ ഒരു ഷുഗർ കെയിൻ ഫാമാണ്. ഇതിങ്ങനെ വളർന്ന പൊട്ടുന്ന ആ സാധനം ഒബ്സർവ് വെച്ചിട്ടുള്ള സാധനമാണ് കേസ്. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ടാവും കേസ്. സിമ്പിൾ ഫാമാണ്. പിന്നെ അവിടെ ഒരു ബോൺമീ ഫാം ഉണ്ട് കേസ്. ഇതൊരു ബോൺമീ ഫാമാണ്. ഇതിപ്പോൾ വർക്കിംഗ് അല്ല. എന്തൊരു പ്രശ്നമുണ്ട് അറിയില്ല. എന്തോ കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ കേസിൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഈ ഇതിലുള്ള സർവറിൽ അവന് സ്കെൽട്ട ഫാം ഉണ്ട്. അതാണ് പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുന്നത്. നല്ല ഏത് ഫാമാണ്. കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് സാധനമൊക്കെ ഇവിടെ റെഡ് സ്റ്റോറൊക്കെ ഉണ്ട്, എംബ്രാൾഡൊക്കെ ഉണ്ട്. പിന്നെ ഇത് ടോട്ടം. പിന്നെ ഇപ്പുറത്ത് തന്നെ കൂടുതലുള്ള ഏകദേശം ഒരു സിസ്റ്റം ഉണ്ടാവാറ്. പിന്നെ കുറേ സാഡിലും ആരോസും പിന്നെ കുറേ വെറൈറ്റി ഓഫ് എൻജോയ് മെമ്പേഴ്സൊക്കെ ഉണ്ട് കേസൊക്കെ. പിന്നെ കേസ് പിന്നെ സ്പോട്ടിൽ പോകുമ്പോൾ വേറെ നെലപ്പോട്ടിലൊക്കെ പോകണം. ഞാനത് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നോക്കാൻ കാണിച്ചതൊക്കെ. നമുക്ക് ഫോട്ടോ എടുത്ത കേസിൻ്റെ ടോട്ടം കഴിഞ്ഞു. ടൈമില്ല, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണാണ്ട് ഏകദേശം നല്ല ലാഗ് ഉണ്ട് കേസ്. അതാണ്. ഓക്കെ, അവിടെ എത്തിരി അപ്ഡേറ്റില്ല. ഓക്കെ, പിന്നെ കേസ് നമുക്കിവിടെ ഒരു ബ്രീഡർ ഉണ്ട്. ഇവിടുന്ന് ഞാൻ ആൻഫാമിലുള്ള വില്ലേജിനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഇത് നമ്മുടെ ബ്രീഡർ ഇപ്പോഴും വർക്കിംഗ് കേസുകളാണ്. കുറേ അടിയിൽ കുറേ വില്ലേജസ് ഉണ്ട്. നമുക്ക് ഇനി നേരെ ഇന്ത്യയിൽ പിന്നെ കേസ് എൻ്റെ ബൂട്ടിൽ ഫ്രോസ്റ്റ് വാക്കർ ഉണ്ട്. അതാണ് ഐസ് വരുന്നത്. ഇനി ഞാൻ കേസ് ആൻഫാമിലെത്തി കാണിച്ചിട്ട് കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഫൈനലി നമ്മൾ അയൺഫാമിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അയൺഫാം. ഇതൊരു സാധാരണ അയൺഫാമാണ് കേസ്. 20 വില്ലേജസ് ഉള്ള അയൺഫാമാണ്. ഇവിടെ കുറേ ക്രീപ്പറൊക്കെ വന്ന് പൊടുത്തിച്ച് ആകെ സീനാണ് കേസ്. ഞാൻ റെക്കോർഡൊന്നും ചെയ്യാത്തതുകൊണ്ട് കേസ് അത്ര വൃത്തിയിൽ ഉപയോഗിക്കാറില്ല. ഞാനിങ്ങനെ ക്രീപ്പറൊക്കെ ഒന്ന് പൊടുത്തെടുപ്പിക്കാം. കുറച്ച് പയ്യൊക്കെ ഉണ്ടാകുന്ന കേസ്. പ്രാന്ത് ഇതൊക്കെ
യെസ് പ്രാന്ത് പോലെ എന്നാൽ വെറുതെ തമാശക്ക് നമ്മളിങ്ങനെ ക്രീപ്പറൊക്കെ വന്ന് കൊടുത്തെടുപ്പിക്കും. ഇതാണ് ഇപ്പോൾ നമ്മളെ വില്ലേജേഴ്സ്. ഇവരെ ഞാൻ ട്രേഡൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറേ സ്റ്റോൺ ട്രേഡ് ചെയ്യും, പിന്നെ മറ്റേ അയൺ ഇതിന്ന് അയൺ കിട്ടുമല്ലോ കേസ്. അപ്പോൾ അത് വേദിട്ട് പോയി ട്രേഡ് ചെയ്യും. അങ്ങനെ കുറേ ട്രേഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും വർക്കിംഗ് ഒക്കെയാണ് കേസ്, അടിപൊളി വർക്കിംഗ് ആണ്. ഇപ്പോഴും വർക്കിംഗ് ആണ്, എനിക്ക് ഉറപ്പാണ് കേസ്. ഞാൻ നോക്കിയിട്ടാണ് മുമ്പൊക്കെ. ഞാൻ ഇപ്പോൾ 2-3 ദിവസം മുന്നേ കയറിയാണ് ഇതിൽ. പിന്നെ ഞാൻ എപ്പോഴാണ് കയറുന്നത്. ഈ കേസ് നമുക്ക് പണ്ടത്തെ പോലെ ബിൽഡൊക്കെ ബാക്കി നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് ഫിനിഷ് ആകാൻ കേസ്. അതാണ് എനിക്ക് പ്ലാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ കളിക്കും. നിങ്ങളെന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇടും കേസ്. കാരണം ബാക്കിയുള്ള എപ്പിസോഡൊക്കെ കയറാം, മറ്റേ തട്ടോടലൊക്കെ നമ്മൾ എന്തായാലും ഇടും. പക്ഷേ ഇത് കേസ് ഞാൻ വെറുതെ എന്തായാലും കളിക്കില്ല, അപ്പോൾ ഇടാൻ വെച്ചിട്ടാണ് കേസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 50 ലൈക്ക് അടിക്കുക. 50 ലൈക്ക് അടിച്ചാൽ ഉറപ്പായി അടുത്ത എപ്പിസോഡ് ഉറപ്പായി വരും കേസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇറ്റ്സ് മീ ഹാറ്റ് സൈനിങ് ഔട്ട് ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ലൈക്ക് കൊണ്ട് മറക്കണ്ട കേസ്. ഓക്കെ, പിന്നെ ഹൊറിസോണിൽ കയറാൻ മറക്കണ്ട കേസ്. ഓക്കെ, ബൈ.